വാക്കിനെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ നശിപ്പിക്കുവാനും. നാം ചിന്തിക്കുന്ന ഉരുവിടുന്ന ഓരോ വാക്കും നിർമ്മാണാത്മകമാണ്, അതോടൊപ്പം തന്നെ അതിനെ നശിപ്പിക്കുവാനുമുള്ള കഴിവുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നാം പറയുന്ന വാക്ക് കേൾവിക്കാരൻ്റെ മനസ്സിൽ ഏതർത്ഥത്തിലാണ് സ്വീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉദാഹരണം പറയാം. ഒരാളോട് നമ്മൾ പറയുന്നു, നിങ്ങൾ ഉഷാറാണ്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. മറ്റൊരാളോട് നമ്മൾ പറയുന്നു, നിങ്ങൾ തല്ലിപ്പൊളിയാണ്, മണ്ടനാണ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നത് ഏതർത്ഥത്തിലാണ്? ആദ്യം പറഞ്ഞ വ്യക്തി അതിനെ സ്വീകരിക്കുന്നത് പോസിറ്റീവായ രീതിയിലാണ്, അയാളുടെ പ്രൊഡക്ടിവിറ്റി അത് വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ ആൾ അതിനെ സ്വീകരിക്കുന്നത് നെഗറ്റീവായ രീതിയിലാണ്, അയാളുടെ പ്രൊഡക്ടിവിറ്റിയെ, കഴിവിനെ അത് അടിച്ചമർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അമേരിക്കൻ എഴുത്തുകാരൻ നെപ്പോളിയൻ ഹിൽ ഒരിക്കൽ പറഞ്ഞത്, തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക്, and your words and influence will plant the seed of either success or failure in the mind of another. രണ്ടു വട്ടം നിങ്ങൾ ചിന്തിക്കുക സംസാരിക്കുന്നതിന് മുമ്പ്. നിങ്ങളുടെ വാക്കും സ്വാധീനവും കേൾവിക്കാരൻ്റെ മനസ്സിൽ either the success or the failure, അതായത് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും വിത്ത് പാകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വാക്കുകളെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. വാക്ക് സരസ്വതിയാണെന്നാണ് ഭാരതീയ സംസ്കാരം പറയുന്നത്.